ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ അരിപ്പൊടി മാത്രം മതി, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പം പപ്പടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം തന്നെ ഉണ്ടാക്കാം. വെയിലും കൂടെ ആവശ്യമില്ല, ശരിക്കും വീടിനകത്ത് വെച്ച് തന്നെ ഉണക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഈ നിറപ്പഴ ഉണ്ടല്ലോ, അതിൻ്റെ അരിപ്പൊടിയാണ് എടുക്കുന്നത്. വറുത്ത് വെച്ച അരിപ്പൊടി തന്നെ മതി. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം, മുളക് പൊടിയോ എന്തെങ്കിലും സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ എല്ലാം ചേർക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള പപ്പടം ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് കലക്കിയെടുക്കണം. ഇത് ആപ്പമാവ് ഉണ്ടല്ലോ, ആപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഞാനിനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു പ്ലേറ്റിൻ്റെ മൂടിയൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാം. ടിഫിൻ ബോക്സിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം നമ്മൾക്ക്. ഇപ്പം പ്ലെയിൻ ആയിട്ടുള്ളതാണ് നല്ലത്. ഇതിപ്പം പ്ലെയിൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് മൈക്രോവേവ് സേഫാണ്, അങ്ങനെയുള്ളതാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പിഞ്ഞാണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് ഒരു തവി ഒഴിച്ചിട്ട് ഇതുപോലെ ആവി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ആവി വെച്ച് ജസ്റ്റ് 1 മിനിറ്റ് മതി. 1 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് റെഡി ആയിട്ടുണ്ടാകും. കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, 1 മിനിറ്റ് ആവി വെച്ചപ്പോഴത്തേക്കും ഇത് റെഡിയായി. ഇനി ഇതിലധികം ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഇത് പതുക്കെ ഇങ്ങനെ അരികത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ശരിക്കും നല്ല ഒരു ഗ്ലാസ് പരുവം പോലെയാണ് ഇരിക്കുന്നത്. മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ശരിയായിരിക്കണം. ഒരുപാട് തിന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പടം അത്രയും നല്ലതായിട്ട് വരില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ ആ പ്ലേറ്റിൻ്റെ ഷേപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ പ്ലെയിൻ ആയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇനി ഇതുപോലെ ഞാനൊരു 2-3 ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. 3 മാക്സിമം ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, വീട്ടിനകത്തോട്ട് വരുന്ന വെയിലുണ്ടല്ലോ, അതാണ് വെക്കുന്നത്. ഇപ്പോൾ ഉണങ്ങിയപ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് വന്നപ്പം ഞാനത് പറിച്ച് മാറ്റി കളഞ്ഞതാണ്. ഫാനിൻ്റെ ചോട്ടിൽ കൂടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. ഇപ്പോൾ പിന്നെ നാട്ടിൽ നല്ല വെയിലായതുകൊണ്ട് 1 മണിക്കൂർ വെച്ചാൽ തന്നെ ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വറുത്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ വറുത്ത് നല്ല തിളച്ച എണ്ണയിൽ വേണം ഇടാൻ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, പപ്പടം പോലെ തന്നെ നന്നായിട്ട് പൊള്ളിയിട്ട് ഇതുപോലെ വരും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പപ്പടമാണ്, നല്ല ടേസ്റ്റിയാണ്. അരി കൊണ്ടുള്ള പപ്പടം നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലാതെ ചുമ്മാ വേണമെങ്കിലും കഴിക്കാം. അപ്പം അതുപോലെ ഇപ്പം ഈ പപ്പടം ഞാൻ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ജീരകം ഇടാം, ഇല്ലെങ്കിൽ കുറച്ച് എരിവിനൊക്കെ വേണ്ടിയിട്ട് മുളക് പൊടി വേണമെങ്കിൽ അതിടാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ പപ്പടത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും. ശരിക്കും എളുപ്പമാണല്ലോ. ഇപ്പം പപ്പടത്തിന് വേണ്ടിയിട്ട് ഇനി കടയിൽ പോകേണ്ട ആവശ്യം, ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ പപ്പടം, ഇതിപ്പോൾ ഞാൻ മുറിച്ച് കാണിച്ചു തരാവേ. ഇത് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ പപ്പടം ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടോ, പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത് നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള പപ്പടം തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യും.